നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ബജറ്റിന്മേലുള്ള ചർച്ച ഇന്ന് രണ്ടാം ദിനമാണ്. ഇന്നലെയാണ് നിയമസഭാ സമ്മേളനം ബജറ്റ് അവതരണത്തിന് ശേഷം, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചത്. അതിനുശേഷം ഇന്നലെ നിയമസഭാ സമ്മേളനം ആരംഭിച്ചു. ഇന്ന് രണ്ടാം ദിനമാണ് എന്നുള്ളതാണ്. ഷീജ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഷീജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. ശരി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ആദ്യ ദിനം കിഫ്ബിയുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നു. ജനജീവിതവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ വളരെ ശക്തമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഞാനത് സൂചിപ്പിച്ചു മുമ്പ്. അപ്പോൾ ആ നിലയിൽ സഭാ സമ്മേളനം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാം ദിവസത്തെക്കുറിച്ച് ഷീജ. തീർച്ചയായും ശരത്ത്, ഏതായാലും ബജറ്റ് അവതരണം കഴിഞ്ഞ് ബജറ്റിന്റെ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യ ദിനം തന്നെ സജീവമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനജീവിതത്തെ സാരമായ രീതിയിൽ അവരുമായി ബന്ധപ്പെടുന്ന നിരവധി വിഷയങ്ങൾ ഇന്നലെ സഭയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതിനപ്പുറത്ത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. അവർ പ്രധാനമായും ഈ കിഫ്ബി പരാജയമാണ് എന്നുള്ള അവരുടെ പതിവ് പല്ലവി തന്നെയാണ് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇതിൽ കൃത്യമായ രീതിയിൽ കണക്കുകൾ അവതരിപ്പിച്ചായിരുന്നു ധനമന്ത്രി മറുപടി നൽകിയത്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് കിഫ്ബിയിലൂടെ ഏത് തരത്തിലാണ് മാറ്റമുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സജീവമായി സഭയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം ഇതിപ്പോൾ ബജറ്റ് ചർച്ചയുടെ രണ്ടാം ദിനത്തിലേക്ക് എത്തുമ്പോഴും അത് ആ രീതിയിൽ തന്നെയാണ്. ജനജീവിതവുമായി നേരിട്ടിടപെടുന്ന പല വിഷയങ്ങളും സഭയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നിപ്പോൾ പ്രതിപക്ഷം സഭ പ്രക്ഷുബ്ധമാക്കാനുള്ളൊരു നീക്കം പതിവ് പോലെ തന്നെ നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ആരോപിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. അത് കാരണം കുറ്റകൃത്യങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്നൊരു ആരോപണവുമായാണ് സഭയിലേക്ക് ഇന്നിപ്പോൾ പ്രതിപക്ഷം എത്തുന്നത്. ഏതായാലും സംസ്ഥാനത്ത് ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം ഈ ലഹരിയുടെ വ്യാപനം തടയുന്നതിന് എന്നതടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് മന്ത്രി തന്നെ സഭയിൽ ഈ നോട്ടീസിനുള്ള മറുപടിയായി വിശദീകരിക്കുന്നതായിരിക്കും. അതൊക്കെ ഇന്നിപ്പോൾ സഭയിൽ ഏതായാലും സജീവമായി വരാനിരിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ മറ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന മറ്റു വിഷയങ്ങളും സഭയിലേക്ക് വരും. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ സഭയിൽ ഈ ബജറ്റ് ചർച്ചയുടെ സമയമുണ്ട്. അതിൽ ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപക്ഷത്ത് നിന്നും പ്രതിപക്ഷത്തിൽ നിന്നുമുള്ള അംഗങ്ങൾ സംസാരിക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമായും നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഭരണപക്ഷത്ത് നിന്ന് സംസാരിക്കുന്നവർ കൃത്യമായ രീതിയിൽ തന്നെ ബജറ്റിലൂന്നി കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണന അതും ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ കേവലം സംസ്ഥാനത്തെ ബജറ്റിനെ വിമർശിക്കുന്ന ഒരു കാഴ്ച മാത്രമായി ഒതുങ്ങുന്നൊരു സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഇന്നിപ്പോൾ ഏതായാലും ആ രീതിയിലുള്ള ക്രിയാത്മകമായ ചർച്ചകളൊക്കെ വരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. അങ്ങനൊരു മോദി സർക്കാരിന് ബജറ്റോ അങ്ങനൊരു ബജറ്റ് ഉണ്ടോ എന്നുപോലും പ്രതിപക്ഷത്തിന് അറിയാത്ത വിധം അത് കേരളവുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, കേരളത്തെ എങ്ങനെ തഴഞ്ഞു എന്നുള്ള കാര്യങ്ങളൊന്നും ഈ പ്രതിപക്ഷത്തിൻ്റെ ബജറ്റ് ചർച്ചയിലേക്ക് കടന്നു വരുന്നേയില്ല എന്നാണോ? ഭരണപക്ഷം സ്വാഭാവികമായും എങ്ങനെയൊക്കെ കേരളത്തെ തഴയുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം ഒക്കെ സൂചിപ്പിച്ച് ആ ബജറ്റ് അടക്കം പരാമർശിച്ചുകൊണ്ടാകും സ്വാഭാവികമായും ഈ ബജറ്റിലേക്ക് വരേണ്ടത്. കാരണം ഒരു ബജറ്റ് ചർച്ച അങ്ങനെയാണല്ലോ വേണ്ടത്. പക്ഷെ പ്രതിപക്ഷം ഒരു ഭാഗം പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്നാണോ? കേന്ദ്ര വിമർശനം എന്നുള്ളത് ഒഴിവാക്കിയാണോ ബജറ്റ് ചർച്ചയും നടന്നു വരുന്നത് സഭയിൽ? തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൽ നമുക്കറിയാം നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികളെ വിമർശിക്കാൻ സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന് വലിയ മടി തന്നെയാണ്. അത് തന്നെയാണ് നമുക്ക് സഭയ്ക്കകത്തും കാണാൻ സാധിക്കുന്നത്. അത് ഇപ്പോൾ സംസ്ഥാന ധനമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാർ സംസാരിക്കുമ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം കൂടി അതാണ്. നിങ്ങൾ എന്തുകൊണ്ട് കേന്ദ്രം നമുക്ക് തരാത്തതിനെക്കുറിച്ച് പറയുന്നില്ല? സംസ്ഥാനത്ത് കിഫ്ബിയെക്കുറിച്ച് പറയുമ്പോൾ കിഫ്ബി ഒച്ചിഴയുന്നത് പോലെ എഴയുന്നു, അല്ലെങ്കിൽ അതിന് ട്രിപ്പ് കൊടുക്കണം എന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് കിഫ്ബി ഇത്രയും പരിമിതികൾക്കിടയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. അത്രയും ഒരു പരിമിതി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്ന് പ്രതിപക്ഷത്തോട് മന്ത്രിമാർ തന്നെ ചോദിക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിലൊരു സമീപനം പ്രതിപക്ഷം പൊതുവേ സ്വീകരിച്ച് തന്നെയാണ് ശരത്ത് മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് നമുക്ക് ബജറ്റ് ചർച്ചകളിലും കാണാൻ സാധിക്കുന്നത്. ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാടുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ ഏതായാലും ഇല്ല. ഏതായാലും ചർച്ചകൾക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഭരണപക്ഷത്ത് നിന്നുള്ള അംഗങ്ങൾ കേന്ദ്രത്തിൻ്റെ നിലപാട്, അതോടൊപ്പം തന്നെ സംസ്ഥാനം ഏത് രീതിയിൽ അതിനെ അതിജീവിക്കുന്നു എന്നുള്ളത് വ്യക്തമായി പറഞ്ഞു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
ശരി, ഷീജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബാക്കിയൊക്കെ ഇന്ന് നമ്മുടെ വാർത്തകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി വരാനിടയുള്ളത് തന്നെയാണ്. ബജറ്റ് സമ്മേളനം, നിയമസഭയിൽ നിന്ന് ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രാവിലെ ചോദ്യോത്തരവേള 9 മണിക്ക് ആരംഭിക്കും. അതിനുശേഷം പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം, തുടർന്ന് അങ്ങോട്ട് ശ്രദ്ധ ക്ഷണിക്കൽ. നേരത്തെ ശ്രദ്ധ ക്ഷണിക്കലിലെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ ബജറ്റ് ചർച്ച മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള, വളരെ ശ്രദ്ധേയമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ MLA മാരുടെ ഭാഗത്ത് നിന്ന് വരാനിടയുണ്ട്. അതൊക്കെ നമുക്ക് പിന്നാലെ നോക്കുകയും ചെയ്യാം.